സ്നേഹം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഒരിക്കൽ കൂടെ നമ്മളെ റമദാൻ ഇങ്ങനെ അടുത്തേക്ക് എത്തിയല്ലേ. ഒരുപാട് അനുഗ്രഹങ്ങളുടെ മാസം, ദിവസവും കൂടുതൽ അനുഗ്രഹങ്ങൾ ചോദിച്ച് ദുആ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങൾ. എന്നാൽ അള്ളാഹുവെ പരീക്ഷിക്കുവാനായി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരരുതേ എന്ന് സാധാരണ നമ്മളൊന്നും ദുആ ചെയ്യാറില്ല അല്ലേ. പല അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. സത്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതുകൊണ്ടാണ്. നമ്മൾ സാധാരണ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അസുഖങ്ങളും അപകടങ്ങളും ഇതെല്ലാം മാത്രമാണ് നമ്മൾ ഒരു പരീക്ഷണത്തിന്റെ കൂട്ടത്തിൽ എണ്ണുക. അനുഗ്രഹങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പരീക്ഷണങ്ങളെ നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല അല്ലേ. ഒരു 30 ദിവസത്തെ നോമ്പോ അതിൽ കൂടുതലുള്ള നോമ്പോ, 5 നേരത്തെ നമസ്കാരമോ അതിൽ കൂടുതൽ നമസ്കരിക്കലോ, ഹജ്ജോ സക്കാത്തോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം, ഇതൊന്നും ഒരു പ്രയാസം കൂടാതെ ആർക്കും ചെയ്യാവുന്ന ഒന്നാണ്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതല്ല അല്ലേ. സത്യത്തിൽ ചിന്തിച്ചു നോക്ക്. ആർക്കും നന്നായി പഠിച്ചാലും പ്രയത്നിച്ചാലും ഒരു ഗ്രാൻഡ് മുഫ്തിയോ സ്കോളറോ ഇമാമോ ഹാഫിദോ എന്ത് പ്രൊഫഷണലും ആവാം അല്ലേ. അങ്ങനെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമ്പോൾ അതിൻ്റെ കൂടെ തെറ്റിലേക്ക് നീങ്ങി പോകാനുള്ള അവസരങ്ങളും കൂടുതലുണ്ടാവും. അതിനെ വേണ്ട നിലയിൽ നമ്മൾ തിരിച്ചറിയാനുള്ള കഴിവും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നില്ലെങ്കിൽ ആ ആദ്യത്തെ അനുഗ്രഹം ഒരു പരീക്ഷണമായി മാറും. നമുക്ക് അനുഗ്രഹങ്ങൾ തന്നത് കുറഞ്ഞിട്ടല്ല, നമ്മ തന്ന അനുഗ്രഹത്തെ തിരിച്ചറിയുവാനും വേണ്ട നിലയിൽ അത് ഉപയോഗിക്കുവാനുള്ള കഴിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണം. കൂടുതൽ അനുഗ്രഹങ്ങൾ തരുന്നതിനേക്കാൾ അത് ആ തന്ന അനുഗ്രഹത്തെ വേണ്ട നിലയിൽ അത് അനുഗ്രഹത്തെ കാത്തു സൂക്ഷിക്കാനും അത് വേണ്ട നിലയിൽ ഉപയോഗിക്കാനും വഴിതെറ്റി പോവാതിരിക്കുവാനും ചോദിക്കലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന് ഇനി എന്ത് അനുഗ്രഹം വേണ്ടത്? എന്നാലും കൂടുതൽ തെറ്റ് ചെയ്യുവാനായിട്ട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എത്രയോ ജെഫ്രി എപ്സ്റ്റൈന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എന്നും ഉണ്ടാവുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹം മരിച്ചാലും അതുപോലത്തെ ഇഷ്ടംപോലെ ഉണ്ടാവും. അവരും എന്നും ചോദിക്കുന്നത് കൂടുതൽ അനുഗ്രഹം. എന്തിനാ? കൂടുതൽ തെറ്റ് ചെയ്യാൻ. കൂടുതൽ അനുഗ്രഹം കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള ഒരു തരം പാക്കേജും കൂടിയാണ്. അതതിൻ്റെ കൂടെ വരുന്നതാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ വൃത്തികേടുകളും എല്ലാ പ്രശ്നങ്ങളും കൂടുതൽ അനുഗ്രഹം കിട്ടിയതുകൊണ്ടാണ്, അല്ലാതെ അനുഗ്രഹം കുറഞ്ഞതുകൊണ്ടല്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും വൈറലാവുക, അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാം, അത് എന്ത് തരം ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. ആ വൈറൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ എല്ലാം ഒരു വലിയ പരീക്ഷണമായി മാറി മൊത്തം വേറൊരു ഡയറക്ഷനിലായിരിക്കും ജീവിതം പോവുക. മരിച്ചുപോയ ഖാരി ഇമാം അബ്ദുള്ള കാമൽ, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ചശക്തി കൊടുക്കാതിരുന്നതാണ് ഏറ്റവും